വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഹായ് ഓൾ, ഐ ആം ഷെഫ് ജോഷി ഹിയർ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ പ്രശസ്തമായ ഒരു ഡിഷാണ്, ചിക്കൻ വിൻഡാലോ. വിൻഡാലോ എന്ന് കേൾക്കുമ്പോൾ പേടിക്കാനൊന്നുമില്ല, ഇത് വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. വിൻഡാലോൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഇതിൻ്റെ മസാലയാണ്. ഈ മസാല നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. കീപ്പ് എ പാൻ. 1 ടീസ്പൂൺ മല്ലി ആണ്, ഹോൾ മല്ലിയാണ്. 1 ടീസ്പൂൺ ക്യൂമിൻ സീഡ്, ജീരകം. 1 ടീസ്പൂൺ ഹോൾ പെപ്പർകോൺ, കുരുമുളക്. മസ്റ്റർഡ് സീഡ്, that is half teaspoon. Okay. Finally, we have a whole garam masala like a cinnamon stick, 2-inch pieces, which is just break it. Then 4 cardamom and 4 cloves. This you need to dry roast. No, this stage no oil. Okay. ഒന്ന് ചൂടായാൽ മാത്രം മതി. ചെറിയ തീയിലിട്ട് ചൂടാക്കുകയാണ്. മാക്സിമം ഒരു 2 മിനിറ്റ് മതിയാവും. ഓക്കെ, ചെറിയ തീയിൽ. സ്വിച്ച് ഇറ്റ് ഓഫ്. വൺസ് ഇറ്റ് ഈസ് കൂൾ ഡൗൺ, നമുക്കതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം, പൊടിച്ചെടുക്കാം. ചൂടോടുകൂടി മിക്സിയിലിടുകയും ചെയ്യരുത്. തണുത്തതിന് ശേഷം വേണം മിക്സിയിലേക്ക് ഇടാൻ. അടുത്തത് ഇത് കണ്ടോ, ഞാൻ മുളക് വിനീഗറിൽ സോക്ക് ചെയ്തേക്കുന്നത്. അതായത് 3 ടേബിൾ സ്പൂൺ വിനീഗറിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അത് നമുക്കൊരു 3-4 മണിക്കൂർ മുമ്പ് വേണം സോക്ക് ചെയ്ത് വെക്കാൻ. ഇമ്മീഡിയറ്റിലാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അത് പാനിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കാം, കുറച്ച് വിനീഗർ ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും, നല്ലോണം അരഞ്ഞും കിട്ടും. അപ്പോൾ നമുക്കിന്ന് വേണ്ടത് 500 ഗ്രാം ചിക്കന് വേണ്ടത് ഇതുപോലെ 8 മുളകാണ്. 8 മുളകിൽ ഇവിടെ ഓക്കെ ഇത് 8 എണ്ണം മതി. 8 മുളകിൽ നിന്ന് 4 എണ്ണത്തിൻ്റെ അല്ലി മാറ്റണം, ഇതുപോലെ പൊട്ടിച്ചതിന് ശേഷം. ഓക്കെ, ഇങ്ങനെ പൊട്ടിച്ച് അല്ലെങ്കിൽ കത്രി കൊണ്ട് മുറിച്ച് മൊത്തം അല്ലി കളയുക. നല്ല സ്പൈസി ആയിരിക്കും വേണ്ട. അപ്പോൾ മൊത്തം 4 എണ്ണത്തിൻ്റെ അല്ലി കളയണം. ബാക്കി 4 എണ്ണം മുഴുവനോടെ എടുക്കണം, അല്ലി കളയാണ്ട് മുഴുവനോടെ എടുക്കണം. 4 എണ്ണം ഇങ്ങനെ 4 എണ്ണം അല്ലി കളഞ്ഞതും. അങ്ങനെയാണ് ഞാനിതിനെ ഇവിടെ കുതിർത്തി വെച്ചേക്കുന്നത്. അപ്പോൾ 8 എണ്ണം ടോട്ടലി 8 എണ്ണം. 4 എണ്ണം അല്ലിയോട് കൂടിയും 4 എണ്ണം അത് അല്ലിയില്ലാണ്ടും അതിൻ്റെ സീഡില്ലാണ്ടും, വിത്തൗട്ട് സീഡ്. ഫസ്റ്റ് വൺ ഗോ ഇൻ ടു ദ വിനീഗർ, 3 ടേബിൾ സ്പൂൺ വിനീഗർ. അതിൽ സോക്ക് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്കത് സോഫ്റ്റായിട്ട് കിട്ടുന്നതും നല്ലോണം ഗ്രൈൻഡ് ആവുന്നതും. നെക്സ്റ്റ് നമ്മുടെ മസാല ഉണ്ടോ, മസാല അത് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം തന്നെ നമുക്ക് ജാറിലേക്ക് ഇടാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, മസ്റ്റർഡ് സീഡ്, അതായത് കടുക്, മല്ലി, ഇതൊക്കെയാണ് ഇന്ന് ഗരം മസാല. ഓക്കെ, നല്ല ഫ്ലേവർ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ഇത് പൊടിച്ച് കഴിയുമ്പോൾ നല്ല അതിന് ഒരു ഫ്ലേവറായിരിക്കും. ഇതിനെ മിക്സിയിലിടുന്നു, അടക്കുക. ഡ്രൈ റോസ്റ്റ് ചെറിയ ജാറിലിട്ട് പൊടിച്ചിട്ട് നല്ല അരോമ കണ്ട. നോക്കിയാൽ ഇതുപോലെ പൊടിച്ചെടുക്കുക. അത് ചെറുതായിട്ടിരിക്കുന്നു. ഇതും ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അതുപോലെ 6 അല്ലെങ്കിൽ 7 ഗാർലിക് ക്ലോവ്സ് അല്ല, ഇപ്പോൾ ഇവിടെ 7 എണ്ണം ഉണ്ട്. 3, 6, 7 എണ്ണം. അതിനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് മിക്സിയിലിടണമെങ്കിൽ
നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായി. അതുപോലെ തക്കാളി അരിഞ്ഞെടുക്കാം. തക്കാളി ഓപ്ഷണലാണ്. ഇനി തക്കാളിനെ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ വിനീഗറിൻ്റെ ക്വാണ്ടിറ്റി ഇത്തിരി കൂട്ടാം, അങ്ങനെയും ചെയ്യാം. അതുപോലെ ഈ വറ്റൽമുളക് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇടാം. തക്കാളിയാണ് നമുക്ക് ആവശ്യം. ഓക്കെ, 2 മീഡിയം തക്കാളിയാണ്. അതിനിതുപോലെ റഫ്ലി ചോപ്പ് ചെയ്താൽ മതി, കാരണം ഇതും ബ്ലെൻഡ് ആകാനുള്ളതാണ്. ഇനി നമുക്കിതിനെ ജാറിലേക്ക് ഇടാം. ഈ അരിഞ്ഞു വെച്ചേക്കണതെല്ലാം അരിഞ്ഞു വെച്ചേക്കണം. നോക്കി, ജിഞ്ചർ 1 കഷ്ണം, ഗാർലിക്ക് 6 to അല്ലെങ്കിൽ 7, ഞാനിന്ന് ഇവിടെ 7 എടുത്തിട്ടുണ്ട്. ലാർജ് ആണെങ്കിൽ 6 മതിയാവും. 2 മീഡിയം തക്കാളി അതും ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നു. അത് കൂടാണ്ട് നമ്മൾ വിനീഗറിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചില്ലി, ഇതാണ് നമ്മുടെ ഇതിന് ഫ്ലേവർ നല്ല കളറും തരുന്നത്. ഇനി ഇതിന് പകരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. ഓക്കെ, ഈ വിനീഗറും ഇതിൻ്റെ കൂടെ ഒഴിച്ചേക്കുക, കളയണ്ട. നമുക്കിതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് നല്ല പേസ്റ്റാക്കി എടുക്കാം. നോക്ക്, ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നല്ല ബ്ലെൻഡായിട്ടുണ്ട്. നല്ല കളർ കിട്ടിയാണ്. കാശ്മീരി ചില്ലി പൗഡറില്ല, കാശ്മീരി വറ്റൽമുളകിൻ്റെ കളറാണ് നല്ലോണം കിട്ടിയത്. അപ്പോൾ നമ്മൾ ആദ്യം പൊടിയാക്കി വെച്ചിരുന്ന നമ്മുടെ ഗരം മസാല, അതായത് ഇതിൻ്റെ അകത്ത് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, കുരുമുളക്, അതുപോലെ മല്ലി സീഡാണ്. ഇതെല്ലാം കൂടി നമ്മൾ ഈവൻ കടുകുണ്ട്, ഇതെല്ലാം കൂടി ഡ്രൈ റോസ്റ്റ് ആദ്യം പൗഡറാക്കിയത് ഇതിൻ്റെ അകത്തേക്ക് പോകുന്നു. ഇതിട്ടതിന് ശേഷം ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്യാം. വാവ്, നല്ല നാച്ചുറൽ കളർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ മാരിനേഷനിൽ നിന്ന് പകുതി മാരിനേഷൻ ഇതിൻ്റെ അകത്തേക്ക് പോകണം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ സോൾട്ട് ഇടുക. ചിക്കനിലേക്ക് സോൾട്ട് ആദ്യം ഇടുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അരച്ചു വച്ചിരിക്കുന്ന ഈ അരപ്പിൽ നിന്നും പകുതി മാരിനേഷനിലേക്ക് ഇടുക. കുറഞ്ഞത് ഒരു 1 hour നമുക്ക് മാരിനേറ്റ് ചെയ്ത് റെഫ്രിജറേറ്ററിലേക്ക് വെക്കാം, 1 മണിക്കൂറോളം. അപ്പോൾ ആ മസാലയൊക്കെ നല്ല പിടിക്കുള്ളൂ. ഫ്രിഡ്ജിലേക്ക് വെക്കുന്നു. മിനിമം 1 hour, മാക്സിമം യു ക്യാൻ കീപ് 3 or 4 hour, നോ പ്രോബ്ലം. അപ്പോൾ നമ്മുടെ വിൻഡാലു മാരിനേഷൻ റെഡിയായി, അത് റെഫ്രിജറേറ്റർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മസാല ഉണ്ടാക്കാൻ വളരെ ലളിതമാണ്. മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ലാർജ് ഓണിയൻ എടുത്തിട്ടുണ്ട്, അതിനെടുക്കുക, അങ്ങനെ ചോപ്പ് ചെയ്യുക. ഈ ഓണിയൻ്റെ എപ്പോഴും ഈ കാമ്പ് കളഞ്ഞേക്കുക. ചില റെസിപ്പിയിൽ നമ്മൾ ഇതിനെ സോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യാറുണ്ട്. ഇൻ ദിസ് കേസ് നമുക്ക് ഡയറക്റ്റ് മസാല സോട്ട് ചെയ്തിട്ട് നമ്മുടെ മസാലകളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇടാം, ഓണിയൻ്റെ കൂടെ ഇടാം കേട്ടോ. Onion is done. Now time for saute this. Okay, heat a pan. 3 tablespoon oil ഒഴിച്ചു കൊടുക്കാം. ആ മസാല വഴറ്റാൻ വേണ്ടിയിട്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അണിയൻസ് ഇട്ട് കൊടുക്കാം. അനിയൻ ട്രാൻസ്ലൂസൻറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കണം. ടൈം ടു റിമൂവ് ദ ചിക്കൻ ഔട്ട്. ഓക്കെ, അനിയൻ ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. നൗ ലുക്ക് അറ്റ് ദ കളർ, വെരി ഗുഡ്. നൗ ടൈം ഫോർ ആഡിങ് അവർ മസാല. ടൈം ഫോർ ആഡിങ് മസാല ഇൻ ടു ദ സോട്ടഡ് ഓണിയൻ. മസാല വഴറ്റിയെടുക്കാം. ആ പച്ചച്ചുവയെല്ലാം മാറിക്കിട്ടണം. ഈ സമയത്താണ്, ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ സോട്ടേ ചെയ്തതിന് ശേഷം
നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതിനെ കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ തൈ ബോൺലെസ് ഇട്ടിട്ടുണ്ട്, ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്, 2 വിങ്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കിഷ്ടമുള്ള ഭാഗം ഉപയോഗിക്കാം. എപ്പോഴും നമ്മുടെ ഈ ജാറ് ഒന്ന് കഴുകി ഒഴിക്കാൻ വേണ്ടിയിട്ട് ജാറിലെ മസാല കളയരുത്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം, നല്ലോണം തിളച്ചിട്ടില്ല, ഇത്തിരി എടുക്കുക, ആ ജാറ് ചുറ്റിച്ച് ആ വെള്ളം കൂടി ഒഴിച്ചേക്കുക. ഇനി കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ചെടുക്കുക. ഇനി ഇത് അടച്ച് വേവിക്കണം. ഞാൻ അടക്കാം, നല്ല ചിക്കൻ വേവുള്ളൂ. അതുപോലെ അടക്കാം, തെറിക്കില്ല. So almost 20 minutes done. Our vindaloo is cooked well. Look here. My God, so beautiful aroma I'm getting. ഇങ്ങനെ 3-4 ദിവസം നമുക്ക് വെക്കാം, ഒരു റെഫ്രിജറേറ്ററിൽ വെക്കാം. ഓക്കെ, ഒരു 1 day you can keep them outside. ഓക്കെ, കുറച്ച് കൂടുതൽ ദിവസം വേണമെങ്കിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 3-4 ദിവസത്തേക്ക് ഉപയോഗിക്കാം. ലുക്ക് അറ്റ് ഹിയർ അവർ ചിക്കൻ വിൻഡാലു, ഡിലേഷ്യസ്. ഓക്കെ, ആൻഡ് യമ്മി. ഇത് ഈ പേര് പോലെ അത്ര ടഫല്ല കേട്ടോ. ആർക്കും വേണമെങ്കിൽ ലളിതമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. നിങ്ങൾ കണ്ട് അല്ലേ എത്ര ഭംഗിയായിട്ട്, എത്ര ഈസി ആയിട്ട് ഞാനത് ഹാൻഡിൽ ചെയ്തു. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഷെഫ് ജോഷി സൈനിങ് ഓഫ്.